കാറിന്റെ ഡോർ പാഡ് നമുക്ക് പ്രൊഫഷണലി എങ്ങനെ ഡോറിൽ നിന്ന് റിമൂവ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. പല വണ്ടികളും ഇവിടെ വരുമ്പോൾ ഇതിന്റെ ഈ ഒരു സ്വിച്ചസിന്റെ ഏരിയയിലെല്ലാം തന്നെ ഈ സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ചിട്ടുള്ള പാടുകളുണ്ടാവും. ആ പാടുകൾ ഇല്ലാതെ എങ്ങനെയാണ് നമുക്കിത് സേഫ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണിക്കാം. ചില കാറുകളിൽ ഈ ഒരു ട്രിമ്മിന്റെ അടിയിലും ഒരു ഡോർ പാഡിന്റെ സ്ക്രൂ ഉണ്ടാവും. ആ ഇളക്കേണ്ട ട്രിം ആണെങ്കിൽ ഉറപ്പായിട്ടും ആ മാനുഫാക്ചർ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിരിക്കും. സോ ആ ഗ്യാപ്പിൽ ഇതേപോലൊരു ടൂൾ ഉപയോഗിക്കുക. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഗ്യാപ്പിലേക്ക് ഇടുക. ഈ ഒരു സംഭവം നമ്മുടെ ഇളകി കിട്ടും. ബാക്കിയുള്ള സൈഡുകളിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു സംഭവം ഇളക്കി മാറ്റാനും സാധിക്കും. അതിനുശേഷം വയറിംഗ് ഹാർനസ് നമുക്ക് ചില സംഭവങ്ങൾ കൈകൊണ്ട് തന്നെ ഊരാൻ സാധിക്കും, ചില സംഭവങ്ങൾ കൈകൊണ്ട് ഊരാൻ സാധിക്കില്ല. അതിന് നമ്മളൊരു കണക്ടർ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുക. സ്ക്രൂവിന്റെ പാർട്ടെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഡോർ പാഡ് റിമൂവ് ചെയ്യാം. ഇത് ഇളക്കാനായിട്ട് നമ്മൾ ഇവിടെ വലിയൊരു ഫോഴ്സ് ഒക്കെ കൊടുത്ത് യൂസ് ചെയ്ത് ഇത് ഇളക്കുന്നവരുണ്ട്. ഈ ഒരു ടൂൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഡോർ പാഡ്, ട്രിംസ് എല്ലാം റിമൂവ് ചെയ്യാൻ ഭയങ്കര ഉപകാരമുള്ള ഒരു ടൂളാണ്. ഇതേപോലൊരു ടൂള് ഇതെല്ലാം നമുക്ക് സുലഭമായിട്ട് തന്നെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഡോർ പാഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുക. ഒരു പ്രൊഫഷണൽ ടൂൾസുകൾ ഉപയോഗിച്ച് നമ്മൾ ഡോർ പാഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലിപ്പ് പോലും അല്ലെങ്കിൽ ഒരു ഡോർ ലോക്ക് പോലും ഡാമേജ് ആകാതെ നമുക്ക് ആ ഡോർ പാഡ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും അതേപോലെ കമ്പനി വന്ന രീതിയിൽ തന്നെ അത് തിരിച്ചു പിടിപ്പിക്കാനും സാധിക്കും.